യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 68-ാം സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മണ്ണത്തു നിന്നുള്ള നീക്കുപോക്കൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. അതെ, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മണ്ണത്തു നിന്നും വിടുവിച്ച് ദേശത്തിൻ്റെ നടുവിൽ നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവസ്നേഹത്തെ ഓർത്ത്, ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദാനിയേൽ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് ഒരു കേടും സംഭവിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പ്രാർത്ഥനാ മനുഷ്യനായ, ദൈവമനുഷ്യനായ, ദൈവത്തിൽ വിശ്വസിച്ചവനായ, നല്ല സാക്ഷ്യമുള്ള ദാനിയേലിന് വിരോധമായി ഒരു കൂട്ടം ജ്ഞാനികൾ ഒരുപ്പെടുന്നത്, ഒരു കൂട്ടം ഭരണകർത്താക്കൾ തനിക്ക് വിരോധമായി വെളിപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച് അവർ തനിക്ക് വിരോധമായി ഗൂഢാലോചനകൾ ചെയ്യുന്നു. തൻ്റെ സ്ഥാനത്തിനെതിരായി, തൻ്റെ ഉന്നതിക്കെതിരായി ചില കൂട്ടുകെട്ടുകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു വിരോധ രേഖയെ കുറിച്ച് ദാനിയേൽ മനസ്സിലാക്കിയപ്പോൾ, ശത്രുക്കൾ തനിക്ക് എതിരെ ചിന്തിക്കുന്ന ഗൂഢാലോചനകളും അതിൻ്റെ പ്രവൃത്തികളെ കണ്ട് മനസ്സിലാക്കിയ ദാനിയേൽ ഭയപ്പെടാതെ വണ്ണം താൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ പ്രശ്നങ്ങളുമായി താൻ കടന്നു എന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഭയപ്പെടുന്ന മേഖലകൾ, എന്നാൽ പ്രാർത്ഥനാ മനുഷ്യൻ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹത്തിൽ അവൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഭയം പുറത്തായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഏത് നിലകളിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്നുള്ളത് തനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടുന്നുവെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ വചനം പറയുന്നു, യേശു പറയുന്നു, നീ പ്രാർത്ഥിക്കുക, നിന്റെ വിഷയത്തിൽ നീ പ്രാർത്ഥിക്കുക, നിന്റെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ നിവർത്തി വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മറുപടി പല നിലകളിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെടും എന്നുള്ളതാണ്. അതെ, പ്രാർത്ഥനയിൽ കൂടെ അല്ലാതെ ദൈവമൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം പ്രാർത്ഥിച്ച് ദാനിയേലിന്റെ മുൻചരിത്രം നാം പഠിക്കുമ്പോൾ താൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം കണ്ട പ്രിയപ്പെട്ടവനാണ്. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം കണ്ട ദൈവ പൈതലിനെ തകർക്കുവാൻ ഒരു ശത്രുവിന്റെ ഗൂഢാലോചനകൾക്കോ ശത്രുവിന്റെ പദ്ധതികൾക്കോ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദാനിയേൽ ശക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ ശത്രുക്കൾ അവരുടെ ആലോചനയുടെ നിവർത്തി എന്ന വണ്ണം തന്നെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടുകളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സിംഹത്തിന്റെ ഗുഹയിൽ വീണ ദാനിയേലിനെ സംബന്ധിച്ചോളം താൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ദൈവപ്രവൃത്തിയാണ്. അത് മറ്റൊന്നല്ല, പ്രാർത്ഥനാ മനുഷ്യൻ വീഴുന്നതിന് മുമ്പേ, പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മരണത്തെ എടുത്തു കളയുന്ന ശത്രുവിന്റെ പദ്ധതികൾ വെളിപ്പെടും മുമ്പേ ദൈവം തന്റെ ദൂതനെ അയച്ച് ആ വിഷയത്തിന് മേൽ പരിഹാരം അയച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ
പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ടാണ് 55-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അതെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്റെ ജീവിതത്തിലെ വിഷയങ്ങളൊന്നോ നിന്റെ ഭാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചാൽ ദൈവം പ്രവർത്തിക്കും. നിന്റെ വിചാരങ്ങളെ ദൈവത്തോട് തുറന്നു പറയുക, ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതേ, സുവിശേഷങ്ങളുടെ അവസാന ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും യേശുവിന്റെ കല്ലറകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാർത്തയും മറിയയും യേശുവിനെ അടക്കുന്നത് അവർ കണ്ടു. അവർ നോക്കുമ്പോൾ ഭാരമുള്ള ഒരു വലിയ കല്ല് ഉരുട്ടി വയ്ക്കുന്നതായി അവർ കണ്ടു. എന്നാൽ അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ കല്ലറ കാണുവാൻ അവർ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ അവർ കണ്ട ആ വലിയ കല്ല് അവർക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും? അവരൊരിക്കൽ സുഗന്ധവർഗമായി ഇതാ ഞായറാഴ്ച യേശുവിന്റെ കല്ലറയിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിനകത്തൊരു ഭാരമുണ്ട്, അന്തരാത്മാവിന് പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? യേശുവിനെ കാണുവാൻ തടസ്സകരമായി വെച്ചിരിക്കുന്ന കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും? എന്നാൽ അവിടെ അന്തരാത്മാവിന്റെ പ്രാർത്ഥനകൾ, അന്തരാത്മാവിന്റെ സ്പന്ദനങ്ങൾ, അന്തരാത്മാവിൽ അവർ വെളിപ്പെട്ട് ഉയർന്നു വന്നതായിട്ടുള്ള ശബ്ദമില്ലാത്ത ഭാരത്തിന്റെ അനുഭവങ്ങൾ ദൈവം കണ്ടു. അതെ, അവർ കല്ലറ കാണുവാൻ വന്നപ്പോൾ അവരേത് വിഷയത്തിൽ ഭാരപ്പെട്ടു, ആ ഭാരമുള്ള കല്ലിനെ ദൈവം ദൂതനെ അയച്ച് ഉരുട്ടി മാറ്റിയെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിച്ച ദാനിയേലിന് വേണ്ടി ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞെങ്കിൽ, ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ദൈവം തന്നെ ദൂതനെ അയച്ച് കല്ലിനെ ഉരുട്ടി മാറ്റിയെങ്കിൽ, അതെ ദൈവവൈദ്യരെ, നീ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. നീ പ്രാർത്ഥിക്കുക, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ സ്തോത്രത്തോടെ നിന്റെ വിഷയങ്ങൾ ദൈവത്തിൽ ഇറക്കി വെക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടും. നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഈ വചനത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുമെങ്കിൽ, ഈ വചനത്തെ ദൂതനെ നീ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ, അതേ യേശു മാർത്തയോടും മറിയയോടും പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതെ, ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതെ, ദാനിയേൽ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഒരു പരാജയം വന്നില്ല. അവന്റെ പ്രാണനെ തൊടുവാൻ ദൈവം സമ്മതിച്ചില്ല. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കി കുഴിയിൽ നിന്നും ഉയർത്തിയെടുത്തതുപോലെ നിന്റെ ജീവിതത്തെ ചില കുഴികളിൽ ഉയർത്തിയെടുത്ത് രക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനപ്രകാരം തന്നെ ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഒരു കേടും അവന് സംഭവിച്ചില്ലല്ലോ. ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടോ, അതിന്മേലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് നിന്റെ മക്കളെ വിടുവിച്ചെടുക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമൗത്തങ്കാൽ ദിവസങ്ങളാക്കി മാറ്റണമേ. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാട്സപ്പിലൂടെ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുക. അത് മാത്രമല്ല, അറ്റ് ഫ്രൈഡേ മന്ന യൂട്യൂബ് ചാനലുകളിലും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ സഹകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.